നമസ്കാരം. ഫ്രണ്ട്ലി പ്രസൻസ് EMT ന്യൂസ് ടുഡേ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. രാജ്യത്ത് തൊഴിലില്ലായ്മ ദേശീയ ദുരന്തമാണ്. 45 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കാര്യത്തിന്റെ ഗൗരവം കേന്ദ്ര സർക്കാർ മൂടിവെക്കുന്നതായും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. രാജ്യത്ത് തൊഴിലില്ലായ്മ 45 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. കാര്യത്തിന്റെ ഗൗരവം സർക്കാർ മൂടിവെക്കുന്നതായും പകരം മാധ്യമങ്ങൾ മുഖേന മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. തൊഴിലില്ലായ്മ സംബന്ധിച്ച് പുറത്തുവന്ന റിപ്പോർട്ട് ഒരു ദേശീയ ദുരന്തത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണെന്ന് രാഹുൽ ട്വീറ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 കോടി തൊഴിലവസരങ്ങൾ എന്ന വാഗ്ദാനം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പരിഹാസം. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിലാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ 45 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്ന് വെളിപ്പെടുത്തുന്നത്. 2017-18 വർഷത്തെ കണക്കനുസരിച്ച് മുൻ വർഷത്തേക്കാൾ 6.1% വർധനവാണ് തൊഴിലില്ലായ്മയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് ഈ റിപ്പോർട്ട് ഡിസംബറിൽ തന്നെ കൈമാറിയെങ്കിലും ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗങ്ങളായ 2 പേർ കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ടുഡേ. രാജ്യത്ത് സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ സ്വകാര്യ മേഖലയുമായി സൃഷ്ടിപരമായ സംവാദം നടത്തുമെന്ന് സാമ്പത്തിക ആസൂത്രണ മന്ത്രി മുഹമ്മദ് അൽ തുവൈജിരി. ചില ഫീസുകളും നികുതികളും പുനഃപരിശോധിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് തുറന്ന മനസ്സാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യവൽക്കരണ പദ്ധതിയിൽ വലിയ പുരോഗതിയുണ്ട്. ഊർജ, ജലശുദ്ധീകരണ, ആരോഗ്യ പരിചരണ മേഖലകളിൽ 4 പദ്ധതികൾ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ ഏറെക്കുറെ പൂർത്തിയായി. വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണ ശ്രമങ്ങൾ ഏറെ മുന്നോട്ടു പോയിട്ടുണ്ട്. ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് പിന്തുണ നൽകുന്ന അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണ് സ്വകാര്യവൽക്കരണം. സ്വകാര്യവൽക്കരണത്തിലൂടെ 2 വർഷത്തിനുള്ളിൽ 4000 കോടി റിയാൽ സമാഹരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നും സാമ്പത്തിക ആസൂത്രണ മന്ത്രി പറഞ്ഞു. എണ്ണ വരുമാനം ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ലോജിസ്റ്റിക് പ്രോഗ്രാമിലൂടെ സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത്. ഈ വർഷം മൊത്തം ആഭ്യന്തരോൽപാദനം 3 ലക്ഷം കോടി റിയാലായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ പുതുതായി ആരംഭിക്കുന്ന സ്ഥാപനങ്ങളിലും ചെറുകിട സ്ഥാപനങ്ങളിലും 10,000-ലേറെ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ പദ്ധതി തയ്യാറാക്കി. സംരംഭകരുടെ പദ്ധതികൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് സാമൂഹിക വികസന ബാങ്കും സൗദി ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീസ് അതോറിറ്റിയും കഴിഞ്ഞ ദിവസം നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ലോജിസ്റ്റിക് പ്രോഗ്രാം ഫോറത്തിനിടെ കരാർ ഒപ്പുവച്ചിരുന്നു. സാമ്പത്തികവും സാങ്കേതികവുമായി ഉയർന്ന നേട്ടമുള്ള സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ടാക്കിയെടുക്കുന്നതിനാണ് ഉന്നമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. സൗദിയിലെ വിദേശ തൊഴിലാളികൾ മാതൃരാജ്യങ്ങളിലേക്ക് അയച്ച പണത്തിൽ ഡിസംബറിൽ 19.5% കുറവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര ബാങ്കായ സാമ അറിയിച്ചു. കഴിഞ്ഞ വർഷം 522 റിയാലിന്റെ കുറവാണ് രേഖപ്പെടുത്തിയതെന്നും സാമ വ്യക്തമാക്കി. കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി വിദേശികൾ അയക്കുന്ന പണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2017 വിദേശികൾ 14,166 കോടി റിയാലാണ് മാതൃരാജ്യങ്ങളിലേക്ക് അയച്ചത്. എന്നാൽ 2018 13,643 കോടി റിയാലാണ് വിദേശികൾ അയച്ചത്. 2017 ഡിസംബറിലെ റെമിറ്റൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ 19.5% കുറവാണ് 2018 ഡിസംബറിൽ രേഖപ്പെടുത്തിയതെന്നും സാമ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ നവംബർ വരെ വിദേശികൾ അയച്ച പണത്തിൽ കുറവുണ്ട്. ബാങ്കുകൾ, മണി എക്സ്ചേഞ്ചുകൾ എന്നിവ വഴി നിയമാനുസൃതം മാതൃരാജ്യങ്ങളിലേക്ക് അയക്കുന്ന പണത്തിന്റെ വിവരമാണ് സാമ പുറത്തുവിട്ടത്. ന്യൂസ് ടുഡേ, റിയാദ്. OACC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ 8ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനവും OACC നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി കൂടാളിക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. ചടങ്ങ് CM കുഞ്ഞിക്കുമ്പിള ഉദ്ഘാടനം ചെയ്തു. OACC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ 8ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായിരുന്നു പരിപാടികൾ.
അഭിലാഷ് മാവിലായി അധ്യക്ഷത വഹിച്ച ചടങ്ങ് CM കുഞ്ഞിക്കുമ്പള ഉദ്ഘാടനം ചെയ്തു. അഷ്കർ കണ്ണൂർ, രഘുനാഥ് പറശ്ശിനിക്കടവ്, അബ്ദുള്ള വെല്ലാഞ്ചിറ, സലീം കളക്കര, ഷംനാദ് കരുനാഗപ്പള്ളി, സജി കായംകുളം, മുഹമ്മദ് കുഞ്ഞി കോറലായി എന്നിവർ സംസാരിച്ചു. റഫീഖ് വെളിയമ്പ്ര പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നവാസ് കണ്ണൂർ സ്വാഗതവും വിനോദ് വേങ്ങയിൽ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് DCC കെട്ടിട നിർമ്മാണ ഫണ്ടും മുസ്തഫ സഹായ നിധിയും കൈമാറി. തുടർന്ന് കോമഡി ഉത്സവം ഫെയിം നിസാം കാലിക്കറ്റ് നയിച്ച മെഗാ ഷോയും അരങ്ങേറി. സിനീഷ് തമ്പി, സന്തോഷ് ബാബു, ഹരീന്ദ്രൻ, സായി പ്രശാന്ത്, മഹേഷ്, അബ്ദുള്ള മയിൽ, രാജീവൻ കണ്ണൂർ, പ്രദീപൻ പിണറായി, അഷ്റഫ് കോറലായി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ, റിയാദ്. ഉത്തരേന്ത്യൻ മോഡൽ വർഗീയ ചേരിതിരിവ് നടത്താനുള്ള ശ്രമം കേരളത്തിൽ വില പോവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്. റിയാദിൽ കേളി കലാ സാംസ്കാരിക വേദിയുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ചേരിതിരിവുണ്ടാക്കി കലാപം സൃഷ്ടിച്ച് ഹിന്ദുത്വ വോട്ടുകൾ നേടി അധികാരം കൈയടക്കുന്ന സംഘപരിവാറിന്റെ ഉത്തരേന്ത്യൻ മോഡൽ പരീക്ഷണം കേരളത്തിൽ വില പോകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ് അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള സംഘപരിവാർ കേന്ദ്ര നേതൃത്വത്തിന്റെ ഓരോ അജണ്ടകളും കേരളത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ശബരിമലയെ കൂട്ടുപിടിച്ച് ആചാരങ്ങളുടെ പേരിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ നടത്താനിരുന്ന കലാപം ഇതിൽ അവസാനത്തേത് മാത്രമാണെന്നും കേരള ജനത ഇത് മനസ്സിലാക്കി തള്ളിക്കളഞ്ഞതിൽ നിന്നും ഉത്തരേന്ത്യൻ മോഡൽ വർഗീയ ചേരിതിരിവ് കേരളത്തിൽ വില പോകില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നൂർ അൽമാസ് ഓഡിറ്റോറിയത്തിൽ കേളി പ്രസിഡന്റ് ദയാനന്ദൻ ഹരിപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സുധാകരൻ കല്യാശ്ശേരി ആമുഖ പ്രസംഗം നടത്തി. സെക്രട്ടറി ഷൌക്കത്ത് നിലമ്പൂർ സ്വാഗതം ആശംസിച്ചു. കേളി മുഖ്യരക്ഷാധികാരി സമിതി ആക്ടിംഗ് കൺവീനർ സതീഷ് കുമാർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കേളി ജോയിന്റ് സെക്രട്ടറി നന്ദി പറഞ്ഞു. രക്ഷാധികാരി സമിതി അംഗം BP രാജീവൻ, ജോയിന്റ് സെക്രട്ടറി മെഹ്റൂഫ് പൊന്യം, വൈസ് പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ, ട്രഷറർ വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ടുഡേ, റിയാദ്. വീണ്ടും ചെറുകിട സംരംഭവുമായി മതപ്രാസംഗികൻ ഷാഹുൽ ഹമീദ്. ഇത്തവണ പായസപ്രേമികൾക്കായാണ് സംരംഭം ഒരുക്കിയത്. റിയാദിലെ ബത്തയിൽ ആരംഭിച്ച പായസ കച്ചവടത്തിന്റെ വിശേഷങ്ങളിലേക്ക്. നാവിൽ കൊതിയൂറുന്ന പായസങ്ങളാണ് റിയാദിലെ ബത്തയിൽ ആരംഭിച്ച പായസ കച്ചവടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വൈവിധ്യവും തുച്ഛമായ വിലയുമാണ് പായസത്തിന്റെ പ്രത്യേകത. മുൻപ് അൽഹാദി ഗല്ലിയിൽ പലതരം പായസങ്ങൾ അടങ്ങിയ രുചിക്കൂട്ട് ഒരുക്കുന്നതിൽ വ്യത്യസ്തത പുലർത്തിയ ഷാഹുൽ ഹമീദ് ഇത്തവണയും രുചി കുറയ്ക്കാതെയാണ് പായസം എത്തിക്കുന്നത്. റിയാദിലെ വിന്റർ ഫെസ്റ്റിലെ രുചിപ്പെരുമയും തണുപ്പ് കാലത്തെ ചുക്ക് കാപ്പിയുടെ മധുരവും ഭക്ഷണപ്രിയർക്ക് മറക്കാത്ത അനുഭവങ്ങൾ പകർന്നവയാണ്. ഇത്തവണ രുചി കുറയ്ക്കാതെ ഒരുക്കിയ പായസം കുടിക്കാൻ നിരവധി പേരാണ് എത്തിയത്. എത്തുന്നവർക്ക് പായസത്തിന്റെ സാമ്പിൾ നൽകി മനസ്സും വയറും നിറച്ചാണ് ഇവർ മടക്കുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. കൈവിരുതിൽ കലാവിസ്മയം തീർത്ത കുരുന്നുകൾ. സുബൈർ കുഞ്ഞു ഫൗണ്ടേഷൻ ഫാമിലി ഫോറം കലാ കരകൗശല വിഭാഗമായ ക്രിയേറ്റീവ് മൈൻഡ്സ് റിയാദ് 2 മുതൽ 7 വരെ ഗ്രേഡിലുള്ള കുട്ടികൾക്കായി ഒരുക്കിയ കരകൗശല ശില്പശാലയാണ് കൗതുകം കൊണ്ടും മികവുറ്റ പ്രകടനം കൊണ്ടും ശ്രദ്ധേയമായത്. റിയാദിലെ അൽ ദുറഹ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി കുട്ടികൾ തങ്ങളുടെ കലാവിരുത് പ്രകടമാക്കി. റിയാദിൽ ആദ്യമായാണ് ഇത്തരമൊരു ശില്പശാല നടക്കുന്നത്. പ്രസിഡന്റ് ഫർസാന PK, സെക്രട്ടറി റസിയ കരീം എന്നിവരുടെ നേതൃത്വത്തിൽ ക്രിയേറ്റീവ് മൈൻഡ്സ് അംഗങ്ങൾ തയ്യാറാക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം ശ്രദ്ധേയമായി. സഹീദ റാഫി, നസ്രീൻ, സനിത മുസ്തഫ, മുഹ്സിന, നീമ സുമേഷ്, ഷർമി നവാസ്, ഫാസില ഫസൽ, ഫഹ്മിദ ജംഷീർ, നിദാഹിദാഷ്, സൗദ ഷാജി, ഷീബ തുടങ്ങിയവർ ശില്പശാല നിയന്ത്രിച്ചു. സർഗാത്മക കലകൾ പരിശീലിക്കുക വഴി കുട്ടികളിലെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഇവയോടുള്ള ആസക്തി, ലഹരി ഉപയോഗം തുടങ്ങിയവ എങ്ങനെ തടയാമെന്ന വിഷയത്തിൽ റിസയുടെ നേതൃത്വത്തിൽ ടേബിൾ ടോക്കും നടന്നു. സുബൈർ കുഞ്ഞു ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ അസീസ് ആമുഖ പ്രഭാഷണം നടത്തി. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മീര റഹ്മാൻ മോഡറേറ്റർ ആയിരുന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അംഗങ്ങൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ സമ്മാനമായി വിതരണം ചെയ്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ധാരാളം പേർ പരിപാടി കാണാൻ എത്തിയിരുന്നു. ന്യൂസ് ടുഡേ, റിയാദ്. ഭാരത്
രാജ്യത്തിന്റെ 70ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് റിയാദിലെ ഇന്ത്യൻ റിസർച്ചേഴ്സ് ആൻഡ് സയന്റിസ്റ്റ് സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്നു. സുബൈർ ഇക്ബാലിന്റെ സെഹ്റ മെൻഷാം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ഇന്ത്യൻ അംബാസിഡർ അഹമ്മദ് ജാവേദിന്റെ മേൽനോട്ടത്തിൽ നടന്ന പരിപാടി പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. സുഹൈൽ ഇക്ബാലിന്റെ രചനകളുടെ പ്രത്യേകതയെക്കുറിച്ച് ചർച്ചയും നടന്നു. കവിയരങ്ങിൽ റിയാദിലെ അറിയപ്പെടുന്ന ഒട്ടേറെ കവികൾ പങ്കാളികളായി. പ്രസിഡന്റ് ഡോക്ടർ മിസ്ബാഹുൽ അർഫിൻ അധ്യക്ഷത വഹിച്ചു. എംബസി DCM ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ഡോക്ടർ M അഹമ്മദ്, ഡോക്ടർ M അർഷദുദ്ദീൻ, ഡോക്ടർ സാഖിബ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ കൗൺസിലറായി നിയമിതനായ ദേശബന്ധു ഭാട്ടിയെ സദസ്സിൽ പരിചയപ്പെടുത്തി. ന്യൂസ് ടുഡേ, റിയാദ്. മൊബൈൽ അക്സസറീസ് രംഗത്ത് വിപ്ലവവുമായി മൊബികെയർ. റിയാദ് ലുലു അവന്യൂ മാൾ മുറബയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂം ഉദ്ഘാടനം മാൾ ഓപ്പറേഷൻ മാനേജർ അബ്ദുൽ അസീസ് അൽ ഗഥാനി നിർവഹിച്ചു. അമേരിക്കൻ നിർമ്മിതമായ വ്രാപ് കെയർ മൊബൈൽ ആക്സസറിയുടെ സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ദുബായ് എന്നിവിടങ്ങളിലെ മൊത്തവ്യാപാര കമ്പനിയായ മൊബികെയർ ലോകോത്തര നിലവാരമുള്ള എല്ലാത്തരം സ്മാർട്ട് ഫോൺ സെറ്റുകളും കൂടാതെ സ്മാർട്ട് ഫോൺ പാർട്സുകളും മെയിന്റനൻസ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് വ്രാപ് കെയർ മൊബൈൽ ആക്സസറിയുടെ ശേഖരം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ലുലു റിയാദ് അവന്യൂ മാൾ മുറബയിൽ നിന്ന് വ്രാപ് കെയർ വാങ്ങിക്കുന്ന ഉപഭോക്താവിന് ഗ്യാരണ്ടി ഉറപ്പുവരുത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാത്തരം മോഡൽ മൊബൈൽ വിൽപ്പനയും റിപ്പയറിംഗ് അടക്കമുള്ള സൗകര്യങ്ങളും ഷോറൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സ്മാർട്ട് ഫോൺ ആക്സസറീസ് വ്രാപ് കെയർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൊബൈൽ പാർട്സ്, കവർ, സ്ക്രീൻ ഗാർഡ്, പുറം കവർ മൊബൈലുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പാർട്സുകൾ മൊബികെയറിൽ ലഭ്യമാകും. മൊബൈൽ സംബന്ധമായി എന്ത് പരാതി ഉണ്ടെങ്കിലും ഉടനെ പരിഹാരം കാണുന്ന സജ്ജമായി പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ വിഭാഗം മൊബികെയറിനുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ റിയാദിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ബിസിനസ് രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ, റിയാദ്. ടുഡേയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി വന്നെത്തിയിരിക്കുന്നത് റിയാദിനകത്ത് മാത്രമല്ല, പ്രവാസ ലോകത്ത് മാത്രമല്ല, നാട്ടിലും ഒട്ടേറെ പ്രമുഖനായിട്ടുള്ള ഡോക്ടർ അബ്ദുസലാം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാ വിഷയങ്ങളിലും ശാസ്ത്രീയമായ സമീപനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കിങ് സൗദി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ അബ്ദുസലാം ഇന്ന് നമ്മോടൊപ്പം മനസ്സുറക്കുകയാണ്. പ്രവാസ ലോകത്തെ സങ്കീർണമായ ഒട്ടേറെ വിഷയങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മോട് സംവദിക്കുന്നു. അസ്സലാമു അലൈക്കും ഡോക്ടർ അബ്ദുസലാം. എത്ര വർഷമായി സൗദിയിൽ? ഞാനിപ്പോൾ 12 വർഷമാകുന്നു. 12 വർഷം മുമ്പേ നമ്മുടെ കിങ് സൗദി യൂണിവേഴ്സിറ്റി തന്നെ. ഞാനിവിടെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ആദ്യത്തെ 2 വർഷം. ഇപ്പോൾ 10 വർഷമായിട്ട് കിങ് സൗദി യൂണിവേഴ്സിറ്റി. പ്രവാസ ജീവിതത്തിൽ ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. കാരണം ഒരു മനുഷ്യന് എന്തൊക്കെ വേണോ ആ ആസ്പെക്റ്റുകളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഹാപ്പിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ താങ്കളുടെ തന്നെ സ്വന്തമായിട്ടുള്ള ബ്ലോഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ താങ്കൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൂടെ താങ്കൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ സന്ദേശങ്ങളുണ്ട് നമ്മുടെ പ്രവാസി സമൂഹത്തിന് വേണ്ടിയിട്ടായിട്ട്. അങ്ങനെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്താണ്? സത്യത്തിൽ പലപ്പോഴും ഇതൊരു രസകരമായ സംഭവമാണ്. നമ്മൾ ഒരു നല്ല ആശയമാണ്, അതല്ലെങ്കിൽ ഇതെല്ലാവരും അറിയേണ്ടതാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ഷെയർ ചെയ്യുന്ന ആശയമായിരിക്കില്ല ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം വരുന്നത്. പക്ഷെ നമ്മൾ കാഷ്വലായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരും, അതായിരിക്കും ചിലപ്പോൾ മില്യൺസ് കണ്ടുവരുന്നത്. അപ്പോൾ ആളുകൾക്ക് എന്താണ് ഇഷ്ടം എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ഓരോ ദിവസവും വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനുകൾ നമ്മുടെ ഒരു ആശയങ്ങളായിട്ട് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചും അവരുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് അവരത് ഏറ്റെടുക്കുന്നു. വളരെയധികം സ്വീകാര്യത പല വീഡിയോക്കും ഒരുപാട് സമയത്ത് കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ യൂട്യൂബ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ക്ലിക്കാൻ എന്താണ് കാരണം? വളരെയധികം വൈറലായി എന്നുള്ളതാണ്. ചില വിഷയങ്ങളൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളതാണ്? ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിലൊരു അതിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ചാനലല്ല. അതേസമയം ഇപ്പം പല ആളുകളും അവനവരുടെ ചിന്തകൾ എഴുതും, ചില ആളുകൾ അവരവരുടെ ചിന്തകൾ പ്രസംഗിക്കും. അപ്പോൾ എൻ്റെ ചിന്തകളെ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നത് ഒരു വോയിസ് നോട്ടാക്കിയിട്ട് ഇടുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ 125ഓളം വോയിസ് ടോക്കുകൾ ചെയ്തിരുന്നു. അപ്പോൾ ഒരു റെക്കോർഡിംഗ് അല്ലെങ്കിൽ എഴുത്ത് എന്നുള്ള രീതി. അപ്പോൾ ഈ വർഷം ഈ ജനുവരി 2019 ഒരു റെസൊല്യൂഷൻ എന്നുള്ള ഭാഗമായിട്ടാണ് അത് യൂട്യൂബ് ചാനലിലേക്ക് മാറ്റാം എന്നുള്ള രീതിയിലിട്ടത്. അപ്പോൾ ആ ഓരോ വീഡിയോസും നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് അത്രയും അക്സെപ്റ്റബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും അക്സെപ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക,
അതിൽ അവരുടെ ലൈഫിൽ കാതലായ മാറ്റം ഉണ്ടാവുക, അതിലൂടെ ഒരു ബെറ്റർ സൊസൈറ്റിയെ ഉണ്ടാക്കുക എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തോടു കൂടിയാണ്, മനസ്സിൽ നിന്നാണ് നമ്മൾ വീഡിയോസ് പറയുന്നത്. ആ മനസ്സിൽ നിന്ന് അവരുടെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നാണ് പലപ്പോഴും ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതെ, ഇപ്പോൾ നമുക്കറിയാം പ്രവാസ ലോകത്ത് ഒട്ടേറെ പ്രശ്നങ്ങളാണ്. ഏറ്റവും പ്രധാനമുള്ള ഒരു തിരിച്ചുപോക്കിൻ്റെ സമയമാണുള്ളത്. മുമ്പൊക്കെ ഇങ്ങോട്ടാണ് യാത്ര എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടാണ് യാത്ര. ഈ ഒരു അവസ്ഥയിൽ വളരെ സംഘർഷഭരിതമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിലുള്ളത്. താങ്കൾ തന്നെ പറഞ്ഞിരിക്കുന്ന എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് രാത്രി കിടന്നുറങ്ങുന്നു പക്ഷേ പകൽ ഉണരുന്നില്ല എന്നുള്ളത്, അവസാനത്തെ ഉറക്കമാണ് എന്നുള്ളത്. അങ്ങനെ എത്രയോ ഇന്നലെ പോലും റിപ്പോർട്ട് ചെയ്തു 35 വയസ്സുകാരൻ റിയാദിൽ മരണപ്പെട്ടു. അതെ, ഉറക്കത്തിലാണ് അത് മരണപ്പെട്ടത്, ഹൃദയാഘാതം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അവരെ സമാധാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് താങ്കളുടെ പക്കലുള്ളത്? നമ്മൾ ജീവിതത്തെ ഒരു വലിയ പിക്ചറായിട്ട് കാണണം. പലപ്പോഴും പ്രവാസികൾ ജീവിതത്തെ ഒരു പണം എന്നുള്ള ഒരു ആസ്പെക്റ്റ് വെച്ച് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ജീവിതത്തിനെ നമ്മൾ 6 കോണിലൂടെ കണ്ടു നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം കുടുംബജീവിതം, സാമൂഹിക ജീവിതം, ആരോഗ്യം, അവനവൻ്റെ കരിയർ ഡെവലപ്മെൻറ്റ്, സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കൂടി വെച്ചുകൊണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ, പ്രവാസത്തിൽ ജീവിക്കുമ്പോഴാണോ നാട്ടിൽ ജീവിക്കുമ്പോഴാണോ നമുക്കൊരു ബെറ്റർ ലൈഫ് കിട്ടുക എന്ന് കണക്കുകൂട്ടി നോക്കിയാൽ നമുക്ക് എപ്പോഴും നമ്മൾ ട്രെയിനിങ്ങിൽ കാണുന്നതാണ്. എങ്ങനെ കണക്കുകൂട്ടിയാലും ഇപ്പം കുടുംബജീവിതം പ്രവാസി 0 ആണ്, സാമൂഹിക ജീവിതം പ്രവാസി 0 ആണ്, ആരോഗ്യം പ്രവാസി മൈനസിലാണ്, ഈവൻ പണം അതിലും എല്ലാ പ്രവാസികളും മൈനസിലാണ്. അപ്പോൾ ജീവിതം കണക്കുകൂട്ടി നോക്കുമ്പോൾ എങ്ങനെ കണക്കുകൂട്ടിയാലും നാട്ടിലാണ് ഒരു ബെറ്റർ ലൈഫ്. ആ പ്രകൃതി, ആ കുടുംബം, ആ സാഹചര്യം. അപ്പോൾ ലൈഫിന് എപ്പോഴും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണണം. നമ്മൾ പറഞ്ഞു വെച്ചില്ല നിങ്ങൾ പോവോ, എക്സിറ്റ് അടിച്ചു വിട്ടില്ല നിങ്ങൾ പോവോ, ഞാൻ പോവില്ലല്ലോ. അപ്പം ഗവൺമെൻറ് എക്സിറ്റ് അടിച്ചു വിടുന്നത് നമുക്ക് ഹയറിന് വേണ്ടിയാണ്, നല്ലതിന് വേണ്ടിയാണ്. നമുക്ക് ബെറ്റർ ലൈഫ് പഠിച്ചവൻ കണ്ടുവച്ചിരിക്കുന്നു. അതായത് ഇവിടെ കുറേ കാലമായിട്ടോ താൻ ജീവിക്കുന്നു, ആരോഗ്യവുമില്ല, കുടുംബവുമില്ല, സമൂഹവുമില്ല, സമ്പത്തുമില്ല, എന്തിനാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്, നാട്ടിൽ പോടെ എന്ന് പറഞ്ഞ് പഠിച്ചവൻ പറഞ്ഞേക്കാണ്. അപ്പോൾ പോകുക എന്നുള്ളതാണ് എന്ത്, അതിന് പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ്. അല്ലാതെ എക്സിറ്റ് അടിച്ചോ എൻ്റെ ജോലി പോയോ എന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല. ഇപ്പം നാട്ടിലാളുകൾ ജീവിക്കുന്നില്ലേ, 2-3 മില്യൺ ആളുകളെ ഇവിടെ ജീവിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും നാട്ടിലേ ജീവിക്കുന്നത്. അവർ വളരെ സന്തോഷകരമായി ജീവിക്കുന്നില്ല. അപ്പം പ്രവാസത്തിൽ ജീവിച്ചാലേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് മാറ്റുകയും നാട്ടിൽ അതിൽ കൂടുതൽ നല്ല ജീവിതവും നല്ല സാഹചര്യവും ഉണ്ട് എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസ്, ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്കിപ്പോൾ ഈ സമയത്ത് വേണ്ടത്.